Chapter 5 Ghar Pyara Question Answer. If you want more videos, please write which class and chapter name in comment box. നമുക്കാദ്യം ക്വസ്റ്റ്യൻ ആൻസറിൽ മൗഖിക് സെക്ഷൻ നോക്കാം. പക്കടം പക്കടി ആദ്യത്തെ ക്വസ്റ്റ്യൻ. പക്കടം പക്കടി कौन खेल रहा है? पकड़म पकड़ी चूहे खेल रहे हैं. सेकेंड क्वेश्चन. एक पंक्ति बनाकर घर में कौन दौड़ रही थी? आंसर पंक्ति बनाकर चींटियाँ दौड़ रही थी. थर्ड क्वेश्चन. पंछी क्या कर रहे हैं? आंसर पंछी एक दूसरे से झपट रहे हैं, भाई बहन जैसे खेल रहे हैं. फोर्थ क्वेश्चन. कॉकरोच हमारे घरों में क्यों रहते हैं? आंसर क्योंकि वह इसे अपना घर समझते हैं. लिखित क्वेश्चन आंसर. फर्स्ट क्वेश्चन. ये कविता किसके बारे में है? ഈ കവിത ആരെക്കുറിച്ചാണ്? ആൻസർ ये कविता हमारे घर के बारे में है. ഈ കവിത നമ്മളുടെ വീടിനെ കുറിച്ചിട്ടാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ചിപ്കലി ഗശ്ത് ക്യൂ ലഗാ രഹി ഹോഗി? പല്ലികൾ എന്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നത്? ആൻസർ ചിപ്കലി ഖാനെ കി തലാഷ് മേ ഗശ്ത് ലഗാ രഹി ഹോഗി. ഭക്ഷണം കഴിക്കാൻ തിരഞ്ഞുകൊണ്ടിരുന്നിട്ടാണ് പല്ലികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ. പഞ്ചി കിസ്കി തര ജഗഡ് രഹേ ഹേ? പക്ഷികൾ ആരെ പോലെയാണ് വഴക്കൂടുന്നത്? ആൻസർ പഞ്ചി ബിൽക്കുൽ ഭായ് ബഹൻ കി തര ജഗഡ് രഹേ ഹേ. പക്ഷികൾ ബ്രദേഴ്സ് സിസ്റ്റേഴ്സിനെ പോലെയാണ് വഴക്കൂടുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ. ബാലക് മാ കോ ക്യാ സംജാ രഹാ ഹേ? കുട്ടി എന്താണ് അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത്, മനസ്സിലാക്കി കൊടുക്കുന്നത്? ആൻസർ ബാലക് മാ കോ സംജാ രഹാ ഹേ കി ഘർ സിർഫ് ഉൻകാ നഹി ഹേ. കുട്ടി അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കുകയാണ് വീട് അവരുടെ മാത്രം അല്ല എന്ന്. അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ. നീച്ചെ ദീ ഗയി പങ്ക്തിയാ പൂരി കരോ? താഴെ കൊടുത്തിരിക്കുന്നത് കായും ഖായും മുഴുവനാക്കാനാണ് പറയുന്നത്. അത് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലത്തെ ലൈൻസ് തന്നെയാണ്. തേർഡ് വൺ. ബതാओ आपके घर में ये जीव जंतु कहाँ रहते हैं? वेयर डू दीസ് ക്രീച്ചേഴ്സ് ലിവ് ഇൻ യുവർ ഹൗസ്? ഈ താഴെ പറയുന്ന പ്രാണികൾ എവിടെയാണ് നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നത്? ചൂഹ ബിൽ മേ ഹോളിൽ ആണ് എലി താമസിക്കുന്നത്. ചിപ്കലി ദിവാർ പർ പല്ലികളും ചുമരിലാണ് താമസിക്കുന്നത്. മക്കടി ജാലേമേ സ്പൈഡർ വെബിൽ. കോക്രോച്ച് ജമീൻ പർ കോക്രോച്ച് നിലത്ത്. ചീൻറ്റി ബിൽ മേ ഈ ചീൻറ്റി ഉറുമ്പുകൾ ഹോളിലാണ് താമസിക്കുന്നത്. മച്ഛർ ഹവാമേ കൊതു കാറ്റത്താണ് ഇരിക്കുന്നത്. ഫോർത്ത് വൺ. ബതാओ കതാർ കാ मतलब है लाइन पंक्ति. കതാറിൻ്റെ മീനിങ് ആണ് ലൈൻ പങ്ക്തി. കതാർ മേ ഖടേ ഹോന യാ ചലന ക്യൂ ജറൂരി ഹേ? ലൈനിൽ നിൽക്കുന്നതും അല്ലെങ്കിൽ പങ്ക്തിയിൽ നിൽക്കുന്നത് എന്തിനാണ് ആവശ്യം? सेकेंड क्वेश्चन. तुमने किन किन जगहों पर लोगों को एक कतार में देखा है? നിങ്ങൾ ഏതൊക്കെ സ്ഥലത്താണ് ആൾക്കാർ ലൈനിൽ നിൽക്കുന്നത് കണ്ടിട്ടുള്ളത്? ആൻസറാണ് നമ്മൾ ലൈനിൽ നിൽക്കണത് അസംബ്ലിയിൽ നിൽക്കുന്നുണ്ട്. പിന്നെ കുട്ടികൾ അസംബ്ലിയിൽ നിൽക്കുമ്പോൾ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ സ്കൂൾ ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട് നിൽക്കും, അല്ലെങ്കിൽ ആൾക്കാർ ബാങ്കിൽ ക്യൂ പാലിക്കും. അതാവുമ്പോൾ ഒരു യൂണിഫോമിറ്റി ഉണ്ടാവും, ഒരു അടക്കം ഒതുക്കം ഒക്കെ ഉണ്ടാവും. അടുത്തത് ദോ പര്യായവാചി ലിഖോ. റൈറ്റ് ദ സിനോണിംസ്. ഒരേ മീനിങ് ഉള്ള രണ്ട് വാക്കുകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പഞ്ചി പക്ഷികൾക്ക്, ഖഗ് വിഹഗ്, മാ അമ്മയ്ക്ക്, മാതാ ജനനി, ഘർ വീടിന്, സദൻ ഗൃഹ, രാത് രാത്രിക്ക്, നിശ രജനി. ഈ വേർഡ്സിനൊക്കെ പല പര്യായവാചികൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള വേർഡ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എഴുതാം. नेक्स्ट वन. दिए गए शब्दों के बहुवचन लिखो. प्लूरल ഒന്നും അനേകവും അങ്ങനെ. एक वचन बहुवचन. चींटी चींटिया, छिपकली
छिपकलियाँ, मकड़ी मकड़ियाँ, മച്ചർ 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 കൊതു കൊതുകൾ എന്ന് പറയൂലല്ലോ, കൊതു തന്നെയാണ്. കതാർ കതാരെ, ബഹൻ ബഹനെ, രാത് രാത്തെ, പഞ്ചി പഞ്ചി. അടുത്തത് नीचे दिए गए वाक्यों में से संज्ञा और क्रिया शब्द छांटकर लिखो. നൗണും വേർബ്സും, അതായത് നൗൺ പറഞ്ഞ നെയിമിങ് വേർഡ്സും വേർബ് പറഞ്ഞ ആക്ഷൻ വേർഡ്സും. നെയിമിങ് വേർഡ് പറയുമ്പോൾ നെയിം പ്ലേസ് തിങ് ആൻഡ് ആനിമൽ. നെയിം പ്ലേസ് തിങ് ആനിമൽ. ഫസ്റ്റ് സെൻറ്റൻസ് कैसे मच्छर टहल रहे हैं. അതിൽ संज्ञा शब्द मच्छर, क्रिया शब्द टहल रहे हैं. सेकेंड कहाँ चींटियाँ दौड़ी जाती. चींटियाँ संज्ञा शब्द, दौड़ी जाती क्रिया शब्द. और छिपकली को तो देखो. संज्ञा शब्द छिपकली, क्रिया शब्द देखो. फोर्थ पंछी कैसे झपट रहे हैं. पंछी संज्ञा शब्द, झपट रहे हैं क्रिया शब्द.